രാവിലെ നേരങ്ങളിലും വൈകുന്നേരവും തയ്യാറാക്കാൻ പറ്റിയ ഒരു നല്ല വെറൈറ്റി ആയ ഒരു ടിഫിൻ ബോക്സ് റെസിപ്പിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് നല്ല സോഫ്റ്റും അതോടൊപ്പം തന്നെ സ്റ്റഫിംഗ് ഒക്കെ വെച്ച് നല്ല ടേസ്റ്റിയുമാണ്. ഇത് തയ്യാറാക്കാനായി മിക്സിംഗ് ബൗളിലേക്ക് 1 കപ്പ് റവയും അതേ കപ്പ് അളവിൽ 1 കപ്പ് അധികം പുളിക്കാത്ത തൈരും ചേർത്ത് ഒന്ന് മിക്സാക്കിയ ശേഷം അതേ കപ്പിൽ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി 10 മിനിറ്റ് മൂടി വയ്ക്കാം. ഈ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടായതും 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ജീരകവും ചേർക്കാം. കടുക് പൊട്ടി തുടങ്ങിയതും കുറച്ച് കറിവേപ്പിലയും ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതും ചേർത്ത് ചെറുതായി ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 4 പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കിയ ശേഷം 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വേവിച്ചുടച്ചതും കുറച്ച് മല്ലിത്തടിയും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി മാറ്റി വയ്ക്കാം. റവ നന്നായി കുതിർന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ താഴെ ബേക്കിംഗ് സോഡയും പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നല്ല സോഫ്റ്റായി കിട്ടാനാണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. നന്നായി ഒന്ന് മിക്സാക്കി മാറ്റി വയ്ക്കാം. അടുത്തതായി ഉരുളക്കിഴങ്ങ് മിക്സ് ഉരുട്ടി ഈ ഷേപ്പിലാക്കി മാറ്റി വയ്ക്കാം. ഇനി ഓയിൽ പുരട്ടിയ ഗ്ലാസ്സിലേക്ക് 1/4 കരണ്ടി മാവ് ഒഴിച്ച ശേഷം നമ്മുടെ മസാല മിക്സ് ഇതുപോലെ വെച്ച് കൊടുത്ത് മേലെ ഇതുപോലെ മാവ് ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ 4 ഗ്ലാസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഇഡ്ഡലി പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഗ്ലാസ്സിൽ ഇതിലേക്ക് ഇറക്കി വെച്ച് അടച്ചു വെച്ച് 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി വെന്ത് ഫ്ലഫിയായി വന്നിട്ടുണ്ട്. ഇത് ചെറുതായി ഒന്ന് ആറിയാൽ കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് മുകൾ ഭാഗം ഒന്ന് ചെറുതായി വിടിവിച്ച് കൊടുത്ത് ഒന്ന് തട്ടിക്കൊടുത്താൽ മാത്രം മതി. ഇതുപോലെ വിട്ട് വരും. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്നാൽ കുറച്ചുകൂടി ഭംഗി കൂട്ടാനും സ്പൈസി ആക്കാനുമായിട്ട് പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടായതും 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് കറിവേപ്പിലയോ മല്ലിത്തഴയോ കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോന്നും ഇതിൽ നന്നായി ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇത്രയേ ഉള്ളൂ, റെഡിയായി. ഇത് നല്ല തേങ്ങാ ചട്നിയുടെ കൂടെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കൂടുതൽ ടേസ്റ്റ് ടൊമാറ്റോ സോസിൻ്റെ കൂടെയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.